ലേണേഴ്സ് ടു ദി ലെവലിൻ്റെ ലെവൽ 21 ആണ് ഇനി നോക്കുന്നത്. റോഡ് മാർക്കിംഗ് എന്നാൽ ഓപ്ഷൻസ് നോക്കാം. റോഡ് ഉപരിതലത്തിൽ മാത്രം കാണുന്ന അടയാളങ്ങൾ, എല്ലാത്തരം സൈൻ ബോർഡുകളിലും ഉള്ള അടയാളങ്ങൾ, റോഡ് ഉപരിതലത്തിൽ അടയാളപ്പെടുത്തുന്നതും എല്ലാ തരത്തിലുമുള്ള സൈൻ ബോർഡുകളും അടയാളങ്ങളും ഉൾപ്പെടുന്നവ, റോഡ് ഉപയോക്താക്കളെ നിയന്ത്രിക്കുന്നതിനും മുന്നറിയിപ്പ് നൽകുന്നതിനും വഴികാട്ടുന്നതിനും റോഡിൻ്റെ കാരേജ് വേയിലോ കർബുകളിലോ അതിനോട് ചേർന്നുള്ള വസ്തുക്കളിലോ വരയ്ക്കുന്നതോ ഘടിപ്പിക്കുന്നതോ ആയ റോഡ് സൈനുകൾ ഒഴികെയുള്ള വരകൾ, പാറ്റേണുകൾ, വാക്കുകൾ. ആൻസർ: റോഡ് ഉപയോക്താക്കളെ നിയന്ത്രിക്കുന്നതിനും മുന്നറിയിപ്പ് നൽകുന്നതിനും വഴികാട്ടുന്നതിനും റോഡിൻ്റെ കാരേജ് വേയിലോ കർബുകളിലോ അതിനോട് ചേർന്നുള്ള വസ്തുക്കളിലോ വരയ്ക്കുന്നതോ ഘടിപ്പിക്കുന്നതോ ആയ റോഡ് സൈനുകൾ ഒഴികെയുള്ള വരകൾ, പാറ്റേണുകൾ, വാക്കുകൾ. അടുത്ത ചോദ്യം: യാത്രക്കാർക്ക് വാഹനത്തിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും അല്ലെങ്കിൽ ചരക്ക് വേഗത്തിൽ കയറ്റുന്നതും ഇറക്കുന്നതിനും വളരെ ചുരുങ്ങിയ സമയത്തേക്ക് വാഹനം നിർത്തിയിടുന്നതിനെയാണ് എന്ന് പറയുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഹാൾട്ടിംഗ്, പാർക്കിംഗ്, സ്റ്റോപ്പിംഗ്, ടെമ്പററി പാർക്കിംഗ്. ആൻസർ: സ്റ്റോപ്പിംഗ്. അടുത്ത ചോദ്യം: മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ 3 വീലർ ഡ്രൈവർ ആയിരിക്കുമ്പോൾ. ഓപ്ഷൻസ് നോക്കാം. ഹൈവേയിൽ വാഹനം ഓടിക്കുമ്പോൾ ഇരു കൈകളും ഹാൻഡിൽ പിടിക്കാതെ വാഹനം ഓടിക്കാം. എല്ലാ സമയത്തും സ്റ്റിയറിംഗ് ഹാൻഡിലിൽ 2 കൈകൊണ്ടും പിടിക്കണം. സിഗ്നൽ നൽകുമ്പോൾ ഒഴികെ എല്ലാ സമയത്തും ഡ്രൈവർ ഇരു കൈകളാലും ഹാൻഡിൽ ബാറിൽ പിടിക്കണം. വാഹനം ഓടിക്കുമ്പോൾ സ്റ്റിയറിംഗിൽ നിന്നും ഒരു കൈ എല്ലായ്പ്പോഴും എടുക്കാം. ആൻസർ: സിഗ്നൽ നൽകുമ്പോൾ ഒഴികെ എല്ലാ സമയത്തും ഡ്രൈവർ ഇരു കൈകളാലും ഹാൻഡിൽ ബാറിൽ പിടിക്കണം. അടുത്ത ചോദ്യം: റോഡിൽ ഈ അടയാളം കാണുമ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഡ്രൈവർ വേഗത കുറയ്ക്കുകയും താൻ സമീപിക്കുന്ന റോഡിലെ ഗതാഗതത്തിന് വഴിയൊരുക്കുകയും ജാഗ്രതയോടെ മുന്നോട്ട് പോകുകയും വേണം. ട്രാഫിക് ഐലൻഡ് മുന്നിലുള്ളതിനാൽ വാഹനം നിർത്തണം എന്ന് മനസ്സിലാക്കണം. മുന്നിൽ മലകൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഒരു 3-വേ ജംഗ്ഷൻ മുന്നിൽ ഉള്ളതിനാൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം എന്ന് മനസ്സിലാക്കണം. ആൻസർ: ഡ്രൈവർ വേഗത കുറയ്ക്കുകയും താൻ സമീപിക്കുന്ന റോഡിലെ ഗതാഗതത്തിന് വഴിയൊരുക്കുകയും ജാഗ്രതയോടെ മുന്നോട്ട് പോകുകയും വേണം.
അടുത്ത ചോദ്യം, ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 പ്രകാരം ഹാൻഡ് സിഗ്നൽസ് ഏതെല്ലാമാണ്? ഓപ്ഷൻസ് നോക്കാം. 5 തരത്തിലാണ്. വലത്, ഇടത്, നേരെ, നിർത്തുക, റിവേഴ്സ് എന്നിവ ഉൾപ്പെടുന്നു. വലത്, ഇടത്, സ്റ്റോപ്പ്, സ്ലോ ഡൗൺ എന്നിങ്ങനെ 4 തരത്തിൽ ഉൾപ്പെടുന്നു. 4 തരത്തിലാണ്. വലത്, ഇടത്, ഓവർടേക്ക്, സ്റ്റോപ്പ് എന്നിവയാണ്. വലത്, ഇടത്, ഓവർടേക്ക്, സ്ലോ ഡൗൺ, സ്റ്റോപ്പ് എന്നിങ്ങനെ 5 തരത്തിൽ ഉൾപ്പെടുന്നു. ആൻസർ 4 തരത്തിലാണ്. വലത്, ഇടത്, ഓവർടേക്ക്, സ്റ്റോപ്പ് എന്നിവയാണ്. അടുത്ത ചോദ്യം, ഒരു ട്രാഫിക് സിഗ്നലിൽ പച്ച ലൈറ്റുകൾ കത്തിക്കിടപ്പുണ്ടെങ്കിലും യൂണിഫോം ധരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ചാൽ ഓപ്ഷൻസ് നോക്കാം. ഡ്രൈവർ പച്ച സിഗ്നൽ ലൈറ്റുകളേക്കാൾ യൂണിഫോമിൽ പോലീസ് ഉദ്യോഗസ്ഥനെ അനുസരിക്കുകയും സിഗ്നൽ നൽകുന്നതുവരെ വാഹനം നിർത്തുകയും വേണം. സിഗ്നൽ പച്ചയായതിനാൽ ഡ്രൈവർക്ക് പോലീസ് ഉദ്യോഗസ്ഥനെ അനുസരിക്കാതെ പെട്ടെന്ന് മുന്നോട്ട് പോകാം. സിഗ്നൽ പച്ചയായതിനാൽ ഡ്രൈവർക്ക് പോലീസ് ഉദ്യോഗസ്ഥനെ അനുസരിക്കാതെ കരുതലോടെ സാവധാനം നീങ്ങാം. സിഗ്നൽ പച്ചയായതിനാൽ ഡ്രൈവർക്ക് മറ്റെല്ലാം അവഗണിച്ചു മുന്നോട്ടു പോകാം. ആൻസർ, ഡ്രൈവർ പച്ച സിഗ്നൽ ലൈറ്റുകളേക്കാൾ യൂണിഫോമിൽ പോലീസ് ഉദ്യോഗസ്ഥനെ അനുസരിക്കുകയും സിഗ്നൽ നൽകുന്നത് വരെ വാഹനം നിർത്തുകയും വേണം. അടുത്ത ചോദ്യം, ഒരു ഡ്രൈവർ ടണലിൽ പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ് നോക്കാം. ഹെഡ്ലൈറ്റ് ഹൈ ബീം ഓണാക്കുക, ഓവർടേക്കും യു ടേണും റിവേഴ്സും ചെയ്യരുത്, ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളിൽ നിർത്തിയാൽ ഹസാർഡ് വാർണിംഗ് ലൈറ്റുകൾ ഓണാക്കുക, ഹെഡ്ലൈറ്റ് ലോ ബീമിംഗ് ഓണാക്കുക, ഓവർടേക്കും യു ടേണും റിവേഴ്സും ചെയ്യരുത്, ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളിൽ നിർത്തിയാൽ ഹസാർഡ് വാർണിംഗ് ലൈറ്റുകൾ ഓണാക്കുക, പാർക്ക് ലാമ്പ് ഓണാക്കുക, ഓവർടേക്കും യു ടേണും റിവേഴ്സും ചെയ്യരുത്, ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളിൽ നിർത്തിയാൽ ഹസാർഡ് വാർണിംഗ് ലൈറ്റുകൾ ഓണാക്കുക, ഹോൺ മുഴക്കുക, ഓവർടേക്കും യു ടേണും റിവേഴ്സും ചെയ്യരുത്, ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളിൽ നിർത്തിയാൽ പാർക്ക് ലാമ്പ് ഓണാക്കുക. ആൻസർ, ഹെഡ്ലൈറ്റ് ലോ ബീം ഓണാക്കുക, ഓവർടേക്കും യു ടേണും റിവേഴ്സും ചെയ്യരുത്, ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളിൽ നിർത്തിയാൽ ഹസാർഡ് വാർണിംഗ് ലൈറ്റുകൾ ഓണാക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഹൈ റേഞ്ച് റോഡുകളിലും കുത്തനെയുള്ള റോഡുകളിലും വാഹനങ്ങൾ പരസ്പരം സ്വതന്ത്രമായി കടന്നു പോകാൻ റോഡിന് മതിയായ വീതിയില്ലാത്തിടത്ത് വാഹനത്തിൻ്റെ ഡ്രൈവർ സ്വീകരിക്കേണ്ട മര്യാദ എന്താണ്? ഓപ്ഷൻസ് നോക്കാം. 2 വാഹനങ്ങളും താഴ്ന്ന ഗിയറിൽ ഓടിക്കുക, നിർത്തരുത്. കയറ്റം കയറുന്ന വാഹനം ഇടതുവശത്ത് നിർത്തി മലയിറങ്ങുന്ന വാഹനം ആദ്യം കടത്തിവിടുക. മലയിറങ്ങുന്ന വാഹനം ഇടതുവശത്ത് നിർത്തി കയറ്റം കയറി വരുന്ന വാഹനത്തിന് മുൻഗണന നൽകി കടന്നു പോകാൻ അനുവദിക്കുക. 2 വാഹനങ്ങളും നിർത്തിയ ശേഷം ജാഗ്രതയോടെ നീങ്ങുക. ആൻസർ, മലയിറങ്ങുന്ന വാഹനം ഇടതുവശത്ത് നിർത്തി കയറ്റം കയറി വരുന്ന വാഹനത്തിന് മുൻഗണന നൽകി കടന്നു പോകാൻ അനുവദിക്കുക. അടുത്ത ചോദ്യം നോക്കാം. പാർക്കിംഗ് അല്ലെങ്കിൽ സ്റ്റോപ്പ് സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് തെറ്റ്? ഓപ്ഷൻസ് നോക്കാം. റോഡിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന മഞ്ഞ ബോക്സിൽ വാഹനം നിർത്താൻ പാടില്ല.
കാൽനട ക്രോസിങ്ങിലോ അതിൻ്റെ 5 മീറ്ററിനുള്ളിലോ വാഹനം നിർത്തരുത്. വേഗത കൂട്ടുന്നതോ അല്ലെങ്കിൽ കുറയ്ക്കുന്നതോ ആയ പാതയിൽ വാഹനം നിർത്തരുത്. റോഡിന് വീതിയുള്ള സ്ഥലത്ത് വാഹനം നിർത്താൻ പാടില്ല. ആൻസർ: റോഡിന് വീതിയുള്ള സ്ഥലത്ത് വാഹനം നിർത്താൻ പാടില്ല. അടുത്ത ചോദ്യം നോക്കാം. സെക്ഷൻ 19 പ്രകാരം അയോഗ്യതയ്ക്കോ ലൈസൻസ് റദ്ദാക്കുന്നതിനോ ഒരു കാരണമില്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നത്, കള്ളത്തരത്തിലോ തെറ്റായ വിവരങ്ങൾ നൽകിയോ ലൈസൻസ് നേടുന്നത്, അനുവദനീയമായ പ്രായത്തിന് മുൻപ് ലൈസൻസ് നേടുന്നത്, ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനം പൊതുനിരത്തിൽ ഓടിക്കുന്നത്. ആൻസർ: ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനം പൊതുനിരത്തിൽ ഓടിക്കുന്നത്. അടുത്ത ചോദ്യം. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ് നോക്കാം. അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള പൊതുസ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യരുത്, മറ്റു റോഡ് യാത്രക്കാർക്ക് തടസ്സമാകുന്ന തരത്തിൽ വാഹനം പാർക്ക് ചെയ്യരുത്, മറ്റു റോഡ് ഉപയോക്താക്കൾക്ക് അനാവശ്യമായ അസൗകര്യം ഉണ്ടാക്കുന്ന രീതിയിൽ വാഹനം പാർക്ക് ചെയ്യരുത്. 15 വർഷത്തേക്ക് റോഡ് ടാക്സ് മുൻകൂറായി അടയ്ക്കുന്നതിനാൽ വാഹനം ഏത് പൊതുസ്ഥലത്തും പാർക്ക് ചെയ്യാവുന്നതാണ്. ആൻസർ: 15 വർഷത്തേക്ക് റോഡ് ടാക്സ് മുൻകൂറായി അടയ്ക്കുന്നതിനാൽ വാഹനം ഏത് പൊതുസ്ഥലത്തും പാർക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻസ് നോക്കാം. രജിസ്ട്രേഷൻ ഇല്ലാതെ ഉപയോഗിക്കുന്ന വാഹനം പിടിച്ചെടുക്കാം, പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റിൻ്റെ സാധുത കാലഹരണപ്പെട്ടാൽ വാഹനം പിടിച്ചെടുക്കാം, വാഹനം പിടിച്ചെടുക്കുന്നതിന് പകരം ഉദ്യോഗസ്ഥന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പിടിച്ചെടുക്കാം, റൂട്ട്, ഏരിയ, പർപ്പസ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ സാധുതയുള്ള പെർമിറ്റ് ഇല്ലാതെ വാഹനം ഉപയോഗിച്ചാൽ വാഹനം പിടിച്ചെടുക്കും. ആൻസർ: പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റിൻ്റെ സാധുത കാലഹരണപ്പെട്ടാൽ വാഹനം പിടിച്ചെടുക്കും. അടുത്ത ചോദ്യം നോക്കാം. രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിലേക്ക് നയിക്കുന്ന കുറ്റമാണ്. ഓപ്ഷൻസ് നോക്കാം. മോട്ടോർ വാഹനം നിയമപ്രകാരമുള്ള ഒരു പ്രായപൂർത്തിയാകാത്തയാളാണ് ചെയ്തിരിക്കുന്നത്, സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം പൊതുനിരത്തിൽ ഉപയോഗിക്കൽ, സാധുവായ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുക. ആൻസർ: മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള കുറ്റം ഒരു പ്രായപൂർത്തിയാകാത്തയാളാണ് ചെയ്തിരിക്കുന്നത്.
അടുത്ത ചോദ്യം, മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള ഒരു കുറ്റകൃത്യം പ്രായപൂർത്തിയാകാത്ത ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 4 അല്ലെങ്കിൽ സെക്ഷൻ 7 പരിഗണിക്കാതെ അത്തരം പ്രായപൂർത്തിയാകാത്ത ആൾക്ക് സെക്ഷൻ 9 പ്രകാരം ഡ്രൈവിംഗ് ലൈസൻസോ സെക്ഷൻ 8 പ്രകാരം ലേണേഴ്സ് ലൈസൻസോ വയസ്സ് വരെ അനുവദിക്കുന്നതിന് അർഹതയുള്ളതല്ല. ഓപ്ഷൻസ് നോക്കാം. 21, 25, 30. അയാൾക്ക് ആയുഷ്കാലം ലൈസൻസിന് അർഹതയില്ല. ആൻസർ 25. അടുത്ത ചോദ്യം നോക്കാം. യൂണിഫോമിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തൻ്റെ സാന്നിധ്യത്തിൽ താഴെ പറയുന്ന കുറ്റം ചെയ്യുന്ന ആരെയും വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാം. ഓപ്ഷൻസ് നോക്കാം. അപകടകരമായ വാഹനം ഓടിക്കുന്ന, സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന, സാധുവായ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന, സാധുവായ രജിസ്ട്രേഷൻ ഇല്ലാതെ വാഹനം ഓടിക്കുന്ന. ആൻസർ അപകടകരമായി വാഹനം ഓടിക്കുന്ന. അടുത്ത ചോദ്യം നോക്കാം. ഒരു വാഹനത്തിന്റെ ചുമതലയുള്ള വ്യക്തി ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ഒരാളെ തന്റെ വാഹനം ഓടിക്കാൻ അനുവദിച്ചാൽ എന്താണ് ഉടമയ്ക്കുള്ള പിഴ? ഓപ്ഷൻസ് നോക്കാം. 1000 രൂപ പിഴ, 2000 രൂപ പിഴ, 5000 രൂപ പിഴ, 10000 രൂപ പിഴ. ആൻസർ 5000 രൂപ പിഴ. അടുത്ത ചോദ്യം നോക്കാം. സാധുവായ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർക്ക് എന്താണ് പിഴ? ഓപ്ഷൻസ് നോക്കാം. 1000 രൂപ പിഴ, 2000 രൂപ പിഴ, 5000 രൂപ പിഴ, 10000 രൂപ പിഴ. ആൻസർ 5000 രൂപ പിഴ. അടുത്ത ചോദ്യം, വേഗപരിധി ലംഘിച്ച് ഓവർ സ്പീഡ് ലൈറ്റ് മോട്ടോർ വാഹനം ഓടിക്കുകയോ ഓടിക്കാൻ അനുവദിക്കുകയോ ഓടിക്കാൻ കാരണമാകുകയോ ചെയ്താൽ പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് 1000 രൂപ പിഴ, 1500 രൂപ പിഴ, 2000 രൂപ പിഴ, 3000 രൂപ പിഴ. ആൻസർ 2000 രൂപ പിഴ. അടുത്ത ചോദ്യം നോക്കാം. വേഗപരിധി ലംഘിച്ച് ഓവർ സ്പീഡ് മീഡിയം മോട്ടോർ വാഹനം ഓടിക്കുകയോ ഓടിക്കാൻ അനുവദിക്കുകയോ ചെയ്താൽ പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 5000 രൂപ പിഴ, 4000 രൂപ പിഴ, 3000 രൂപ പിഴ, 1500 രൂപ പിഴ. ആൻസർ നോക്കാം. 4000 രൂപ പിഴ. അടുത്ത ചോദ്യം നോക്കാം. വേഗപരിധി ലംഘിച്ച് ഓവർ സ്പീഡ് ഹെവി മോട്ടോർ വാഹനം ഓടിക്കുകയോ ഓടിക്കാൻ അനുവദിക്കുകയോ ഓടിക്കാൻ കാരണമാകുകയോ ചെയ്താൽ പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 5000 രൂപ പിഴ, 4000 രൂപ പിഴ, 3000 രൂപ പിഴ, 1500 രൂപ പിഴ. ആൻസർ 4000 രൂപ പിഴ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫിനിഷ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഈ ലെവൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.